നമസ്കാരം. ട്രൂ ഫ്രണ്ട്സ് ഡോണ്ട് ലീവ് വെൻ ലൈഫ് ബ്രേക്സ് യു. ജീവിതം തകർന്ന് തരിപ്പണമാകുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കൾ കൈവിടില്ല. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ചില നിമിഷങ്ങൾ കാണും. അവരുടെ ജീവിതം അവരുടെ കയ്യിൽ നിന്നും കൈവിട്ടു പോകുന്ന ചില നിമിഷങ്ങൾ. അതിനകത്ത് പല കാരണങ്ങൾ കാണാം. ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അവരുടെ ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെടുന്നതായിരിക്കാം, ചിലപ്പോൾ ചില ബന്ധങ്ങളുടെ തകർച്ചയായിരിക്കാം, ചിലപ്പോൾ ജീവിതത്തിൽ സാമ്പത്തിക തകർച്ചയായിരിക്കും. എന്തെങ്കിലും കാരണത്താൽ ജീവിതത്തിൽ മുന്നോട്ടൊന്നും കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റിനുമുണ്ട്. അതിൽ ചില ആളുകൾ അവരുടെ വേദന ഉള്ളിൽ പുറമേ കാണിക്കില്ല. അവരുടെ വേദന പുറമേ കാണിക്കില്ല. അവരുടെ ഉള്ളിൽ അവർ കരഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചിരിച്ച് നടക്കും. അവരെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല, ആരും അവരെ ആശ്വസിപ്പിക്കാനില്ല. അങ്ങനെ തകർന്ന് തരിപ്പണമാകുന്ന ഒത്തിരി മനുഷ്യ ജീവിതങ്ങൾ ഈ നാട്ടിലുണ്ട്, നമ്മുടെ ചുറ്റിനുമുണ്ട്. സൈക്കോളജി പറയുന്നത് ഡിപ്രഷനിൽ തകർന്നിരിക്കുന്ന ഒരു മനുഷ്യന് മരുന്നുകളേക്കാൾ ചിലപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായ ഒരു പിന്തുണ അവനെ കരകയറ്റിയേക്കുമെന്നാണ്. അങ്ങനെയുള്ള സമയങ്ങളിലാണ് ചില നല്ല സുഹൃത്തുക്കൾ, പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ചില നല്ല സുഹൃത്തുക്കൾ, അവർക്ക് അങ്ങനെ ഒരാളെ കൈപിടിച്ചുയർത്താൻ കഴിയും. അങ്ങനെ കൈപിടിച്ചുയർത്തിയ ഒത്തിരി പേര് ഈ ലോകത്തിലുണ്ട്. ചിലത് ആരും അറിയുന്നില്ല, ചിലത് ആരും മനസ്സിലാക്കുന്നില്ല. ഒരു യഥാർത്ഥ സുഹൃത്തിന്, ഒരു നല്ല സുഹൃത്തിന് ഒരാളെ കൈപിടിച്ച് ഉയർത്താൻ കഴിയും. ഒരു വ്യക്തിയെ സഹായിക്കുവാൻ കഴിയും. അവനെ ചിലപ്പോൾ മരണത്തിൽ നിന്ന് ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് ആ നല്ല സുഹൃത്തിനായിരിക്കാം. ഓർമ്മകളുടെ തീരത്ത് എന്ന ഈ മൂവിയിലും അങ്ങനെയുള്ള സൗഹൃദങ്ങളുണ്ട്. തകർന്ന് തരിപ്പണമാകുന്ന മനുഷ്യരെ കൈപിടിച്ചുയർത്തുന്ന സൗഹൃദമുണ്ട്, ബന്ധങ്ങളുണ്ട്. ഈ സിനിമയുടെ ഉൾത്തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ കാരണം ജീവിതത്തിൽ പിടിച്ചു കയറിയവർക്കാണ്. തീർച്ചയായും ഈ ഓർമ്മകളുടെ തീരത്ത് കാണുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാണുവാൻ കഴിയും. അത് നിങ്ങളെയും ഒരു ഓർമ്മകളുടെ തീരത്തെത്തിക്കും. ഈ വരുന്ന മെയ് 27 ഡോക്ടർ ഡഗ്ലസ് കെയുടെ യൂട്യൂബ് ചാനലിലാണ് അത് റിലീസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരിക്കണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. മാക്സിമം ഈ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ഇത് OTTയിൽ വരുന്ന, യൂട്യൂബിൽ വരുന്ന ഒരു മൂവിയാണ്, എല്ലാവർക്കും കാണാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം മാത്രം നോക്കിയല്ല, നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട്. സോ ഞങ്ങളുടെ കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.